വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തനി നാടൻ രീതിയിൽ വട്ടയിലയിലൊക്കെ നമ്മൾ തയ്യാറാക്കിയ ഒരു ചക്കയുടെയാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ കുറച്ച് വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ചകിണിയും അതിലെ ചക്കക്കുരുവും ആ ഒരു പാടയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ല മധുരമുള്ളൊരു ചക്കയായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഭയങ്കര നൈസായിട്ടൊന്നും കട്ട് ചെയ്യണ്ട, കാരണം നമുക്കിത് വാട്ടിയിട്ട് വേവിക്കാനൊക്കെ ഉള്ളതാണ്. ഭയങ്കരമായിട്ട് അങ്ങ് ഉടഞ്ഞ് കുഴഞ്ഞു പോകും. പിന്നെ വരിക്കച്ചക്ക എന്തായാലും ഒരുപാടൊന്നും കുഴഞ്ഞു പോകത്തില്ല. ഇനി നമുക്കിത് ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാമേ. 1 ടീസ്പൂൺ നിറച്ച് തന്നെ നെയ്യ് എടുക്കണം. അത് വെറുതെ പാനൊന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ചക്ക ഉണ്ടല്ലോ, ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. വരിക്കച്ചക്ക കൊണ്ട് നമുക്കിതേപോലെ വരട്ടി വയ്ക്കാം. അപ്പം നമ്മൾ ചക്ക വരട്ടിയതിൻ്റെ ഒരു ലോങ് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചക്ക അപ്പം ഉണ്ടല്ലോ, ഇലയിലൊക്കെ വെച്ചിട്ട് നമ്മൾ കുഴച്ചൊക്കെ വെക്കത്തില്ലേ, അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തേങ്ങ, അതിൻ്റെ ഒരു അരമുറിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തേങ്ങയായിരുന്നേ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ചക്കയുടെ അതുപോലെ ഇതുപോലത്തെ ഇലയുടെയൊക്കെ ഉണ്ടാക്കുമ്പം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള തേങ്ങ എടുക്കരുത്. ഒരു ഇച്ചിരി നനവൊക്കെ ഉള്ളൊരു തേങ്ങ ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ ഉണക്ക തേങ്ങ ഉണ്ടല്ലോ, അതെടുക്കരുത്. ഇനി ഇത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ട ശർക്കരയാണെന്നുണ്ടെങ്കിൽ അത് ഉരുക്കിയിട്ട് അഴുക്കൊക്കെ കളഞ്ഞിട്ട് അത് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിപ്പം പൊടി ശർക്കര, ഇതിൽ ഒട്ടും തന്നെ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞാനിത് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുവാണ്. അതുപോലെ തന്നെ മധുരമൊക്കെ അവരുടെ പാകത്തിന് തന്നെ ചേർത്തോണേ. ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള മധുരമായിരിക്കും ഇഷ്ടം, പക്ഷെ ചിലർക്ക് ഈ ചക്കയുടെ ഒരു മധുരം തന്നെ മുമ്പ് നിൽക്കണം, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് ജീരകപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചക്കയ്ക്ക് ചുക്കെന്നാണ് പണ്ട് മുതലേ ഉള്ളൊരു പ്രമാണം, അതുകൊണ്ട് തന്നെ നമ്മൾ ചുക്കുപൊടി സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ ഗ്യാസും പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ ഈ ചുക്ക് മസ്റ്റാണ്. വരിക്കച്ചക്കയ്ക്ക് പൊതുവേ കുഴച്ചക്കയേക്കാളും വയറ് ദഹന സംബന്ധമായിട്ട് പ്രശ്നങ്ങളൊക്കെ വരും, അതുകൊണ്ട് തന്നെ ചുക്ക് എന്തായാലും ചേർക്കണം. ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതായിട്ട് സെറ്റായിട്ട് വെക്കണം. ഇത് ഒരുപാട് നേരമൊന്നും നമ്മളിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് വരണം, അത്രയേ ഉള്ളേ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ആക്കുവാണ്. തട്ടിപ്പൊത്തി അങ്ങ് ഒതുക്കി മാറ്റി വയ്ക്കുവാണേ. ഇനി നമുക്ക് പോയി കുറച്ച് വട്ടയില പറിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ താഴ്വശത്തും മേൽവശത്തും വട്ടയില നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇത് വയനയിലയാണ്, ഇത് കുറച്ചേ ഉള്ളൂ, അത് എടുക്കുന്നില്ല. അങ്ങനെ മേളിലോട്ട് പോയപ്പോൾ എനിക്ക് പറിക്കാൻ പറ്റുന്നില്ല, അതങ്ങ് ഭയങ്കരമായിട്ട് പൊക്കത്ത് നിൽക്കുവാണ്. അങ്ങനെ കുറച്ച് താഴെ വന്നപ്പം മഴയൊക്കെ പെയ്ത് അഴുക്കും പൊടിയൊന്നും ഇല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള വട്ടയില നിൽപ്പുണ്ട്. അതിനകത്ത് നിന്ന് കുറച്ച് അത്യാവശ്യമുള്ളത് പറിച്ചിട്ട് വന്നു. ഇനി നമുക്ക് മാവ് റെഡിയാക്കാമേ. അതിന് വേണ്ടിയിട്ട് ഇവിടെ പത്തിരിപ്പൊടി, ഇടിയപ്പപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വേണം കുഴയ്ക്കാൻ. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു കെറ്റിലുണ്ടല്ലോ, ഈ സ്റ്റീൽ മിൽക്ക് ബോയിലിംഗ് പാത്രം എന്നാണ് അതിൻ്റെ പേര്, അതും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സ്പൂണും പിന്നെ സ്പാറ്റിലയും പിന്നെ അതുപോലെ തന്നെ ആ നോൺ സ്റ്റിക്ക് പാനും ഇതിൻ്റെ എല്ലാം തന്നെ നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ട് പ്രോഡക്റ്റിൻ്റെ. അപ്പോൾ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് നോക്കിയിട്ട് വാങ്ങാമേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഇടിയപ്പത്തിന് മാവ് കഴിക്കുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കൈ പോലും പൊള്ളാതെ എങ്ങനെ നമുക്ക് നന്നായിട്ട് നല്ല പഞ്ഞി പോലത്തെ മാവ് കുഴയ്ക്കാം എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ ഇതിന് മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ടേ. ഇനി നമുക്കിത് മാവൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അടച്ച് വയ്ക്കാം. അങ്ങനത്തെ ചെറിയ ചൂടോടുകൂടി വേണം നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അത്യാവശ്യം ചൂടുണ്ട്, നമുക്ക് കൈ നന്നായിട്ട് ചൂട് കാണും, എന്നാൽ പോലും ആ ഒരു ചൂടിൽ നമുക്ക് കുഴച്ചാൽ മാത്രമേ മാവ് നല്ല കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതിങ്ങനെ ഉരുട്ടി കുഴച്ചാൽ മതി. അപ്പോൾ നമുക്കങ്ങനെ കയ്യിൽ പെട്ടെന്ന് അങ്ങനെ ചൂടടിക്കത്തില്ല. അഥവാ അതിന് ഭയങ്കര ചൂടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൈ ഒന്ന് പച്ചവെള്ളത്തിൽ ഓടിപ്പോയി ഒന്ന് കഴുകിയിട്ടൊക്കെ വരാം. ഇതുപോലെ ഒന്ന് എറിഞ്ഞെറിഞ്ഞൊക്കെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പം അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പം 6 എണ്ണത്തിൻ്റെ ഇലയപ്പത്തിൻ്റെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് ആദ്യമേ ഒരേ വലിപ്പത്തിൽ നമ്മൾ ഉരുട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കുഴച്ച് വെക്കാൻ നേരം എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മളിത് മൊത്തം ഉരുട്ടി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെ ഇരിക്കുവാണ്, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത നല്ല മാവാണേ.
അതിൽ നെയ്യും എണ്ണയൊന്നും നമ്മൾ തേച്ചിട്ടില്ല. ഇനി നമുക്ക് ഈ വട്ടയില എടുത്തിട്ട് അത് ഞാൻ ടിഷ്യൂ വെച്ച് ജസ്റ്റ് ഇങ്ങനെ തുടച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പൊടിയും അഴുക്കും കാര്യങ്ങളും ഒന്നുമില്ല. ഇനി നല്ലെണ്ണ കൊണ്ട് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ നെയ്യ് എടുത്തിട്ടില്ല. നമ്മൾ നേരത്തെ ആ ഒരു സ്റ്റഫിങ്ങിൽ നെയ്യ് എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എടുത്തിട്ടില്ല. ഇനി ഇത് പതുക്കെ ആയിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. അപ്പം മാവിൽ ഒട്ടലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പച്ചവെള്ളത്തിലൊന്ന് മുക്കുകയോ ഒന്നും വേണ്ട. ഇതിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കൈപ്പത്തി വെച്ച് പരത്താം, അല്ലെങ്കിൽ ഈ വിരലുകൾ കൊണ്ട് പരത്താം. അത് നമുക്ക് എങ്ങനെയാണ് കംഫർട്ടെന്ന് തോന്നിയ ആ ഒരു രീതിയിൽ ചെയ്യാം. നടുഭാഗം നല്ല തിന്നായിട്ട് പരത്തണം, എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ചുറ്റുപാടുമൊക്കെ നല്ല നൈസായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണേ. കാരണം ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ഈ ഒരു കൂട്ട് വെച്ച് കൊടുക്കുന്നത്, ഈ സ്റ്റഫിങ് വെച്ച് കൊടുക്കുന്നത്. ഒരിക്കലും നമ്മൾ ഫുള്ള് കവർ ചെയ്ത് എന്ന് വെച്ചാൽ ആ ഒരു വട്ടത്തിൽ നമ്മളിങ്ങനെ ഉള്ളിലെ സ്റ്റഫിങ് വെക്കാൻ പാടില്ല. ഒരു വശത്ത് നല്ല റിച്ചായിട്ടങ്ങ് വെച്ച് കൊടുത്താൽ മതി. അതാണ് കറക്റ്റായിട്ടുള്ളൊരു എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കിത് മടക്കി വെക്കാനുള്ളതാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കുറേ നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം ഒരു 5 എണ്ണം അങ്ങോട്ട് പകുത്ത് മാറ്റി വെക്കുകയാണ്, എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ പകുത്ത് വെച്ചാൽ നമുക്ക് എടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പം ഒരു ഭാഗം നല്ല റിച്ചായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് മറ്റേ ഭാഗം കൊണ്ട് മടക്കി വെച്ചാൽ മതിയേ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന മക്കൾമാർക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. പൊതുവേ ആവിയിലൊക്കെ വേവിച്ച പലഹാരങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടം എല്ലാവർക്കും കാണും. ഇനി ആ ചുറ്റും ഭാഗം ഒന്ന് ചുരുട്ടി മടക്കിയൊക്കെ വെച്ചാൽ മതി. അത് നമ്മൾ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിലും ഇളകിയൊന്നും പോകത്തില്ല. ഈ ഒരു ഷേപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയുണ്ട്. വൃത്തിക്ക് നമുക്ക് അടുക്കി വെക്കുകയും ചെയ്യാം. അങ്ങനെ ബാക്കിയുള്ള 5 എണ്ണവും കൂടി ഇതുപോലെ ഞാൻ സെറ്റാക്കി വെച്ചു. ആ ഒരു സമയം കൊണ്ട് സ്റ്റീമർ ഇഡ്ഡലി കുട്ടുമൊക്കെ വെച്ച് കൊടുത്തു. അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ഇലയട വെച്ച് കൊടുക്കാവൂ. അതുപോലെ കുമ്പിളപ്പം, തെരളി ഏതായാലും കുഴപ്പമില്ല. നമ്മൾ വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ വെച്ച് കൊടുക്കാവൂ. എന്നിട്ട് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇനി ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 10 മിനിറ്റ്, ഒരു 12 മിനിറ്റൊക്കെ മതി. കാരണം തിളച്ച വെള്ളത്തിലാണല്ലോ നമ്മൾ ഈ മാവ് കുഴച്ചത്. അത് കഴിഞ്ഞിട്ട് ഇത് അടപ്പ് തുറന്നെടുക്കുന്നൊരു വീഡിയോ എനിക്ക് എടുക്കാൻ വിട്ടുപോയി. ആ ഒരു സമയത്ത് അങ്ങ് വിട്ടുപോയി കേട്ടോ. അപ്പം പിന്നീട് നമ്മളതൊക്കെ കഴിഞ്ഞു. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മളിത് തുറന്നെടുത്ത് കഴിക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഒറ്റ കയ്യിൽ ഫോൺ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത് വലിച്ച് തുറക്കാനൊക്കെ കുറച്ച് പാടായിട്ടിരുന്നത്. അപ്പോൾ ഉള്ളിലൊക്കെ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല റിച്ച് ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ ആണെന്ന് കേട്ടോ. അപ്പം ഇത് ചക്കയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം നമ്മുടെ വീഡിയോയും വൈൻഡപ്പ് ചെയ്യാറായി. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.